ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന ഒരു ടാഗ് ലൈൻ ഉണ്ട്, അതിവേഗം ബഹുദൂരം. ആ ടാഗ് ലൈനാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം കാണുമ്പോൾ ഓർമ്മ വരുന്നത്. ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കപ്പുറം വിജയപ്രതീക്ഷ മാത്രമാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിന് പരിഗണിക്കുന്നത് എന്ന് വ്യക്തം. നേതൃസംഗമത്തിൽ പ്രവർത്തന കലണ്ടർ പ്രസിദ്ധീകരിച്ചതോടെ എണ്ണയിട്ട യന്ത്രം പോലെ ഭരണം പിടിക്കാനുള്ള ഒരുക്കങ്ങളിലാണ് പാർട്ടി. യുവജനങ്ങൾക്കും വനിതകൾക്കും മുൻഗണന നൽകുമെന്ന് പ്രഖ്യാപിച്ചതോടെ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ആവേശത്തിലാണ്. സർപ്രൈസ് സ്ഥാനാർത്ഥിയായി ഉമ്മൻചാണ്ടിയുടെ മകൾ മറിയം ഉമ്മൻ വരുമെന്ന വാർത്തയും അന്തരീക്ഷത്തിലുണ്ട്. പട്ടാമ്പി സീറ്റിനെ ചൊല്ലി ലീഗ് കോൺഗ്രസ് തർക്കവും ഇതിനിടെ ഉടലെടുത്തിട്ടുണ്ട്. മുതിർന്ന നേതാക്കളെ പിണക്കാതെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കാൻ കോൺഗ്രസിന് സാധിക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. ആദ്യം കാണാം RDX Wrap 59 സെക്കൻഡ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പഴുതടച്ച നീക്കത്തിന് തയ്യാറെടുക്കുകയാണ് UDF. ജയസാധ്യത മാത്രമാണ് മാനദണ്ഡമെന്ന് അറിയിച്ചതോടെ സർപ്രൈസ് സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കാനും തീരുമാനം. ജനുവരി മാസത്തിനുള്ളിൽ തന്നെ ഘടകകക്ഷികളുമായുള്ള സീറ്റ് വിഭജനം പൂർത്തിയാക്കാനാണ് നീക്കം. സ്ഥിരമായി തോൽക്കുന്ന സീറ്റുകൾ മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ വച്ചുമാറുന്ന കാര്യത്തിലും ധാരണയിലെത്തും. ഭരണവിരുദ്ധ വികാരവും സർക്കാരിനെതിരായ അഴിമതി ആരോപണങ്ങളും ഉയർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് UDFന്റെ തീരുമാനം. യുവാക്കൾക്കും സ്ത്രീകൾക്കും കൂടുതൽ പ്രാധാന്യം നൽകിയാകും പട്ടിക പ്രസിദ്ധീകരിക്കുക. MP-മാരെ മത്സരിപ്പിക്കുന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമൊന്നും എടുത്തിട്ടില്ല. ഉമ്മൻചാണ്ടിയുടെ മകൾ മറിയം ഉമ്മന്റെ പേര് കാഞ്ഞിരപ്പള്ളിയിലേക്ക് പരിഗണിക്കുന്നുണ്ട്. മറിയം ചാണ്ടിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് DCC ഇതിനോടകം തന്നെ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിയുടെ പേരും സജീവമായി തന്നെ പരിഗണനയിലുണ്ട്. ലൈംഗിക പീഡന കേസിൽ പ്രതിയായ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലിന് ഇക്കുറി സീറ്റ് നൽകിയേക്കില്ല. അങ്ങനെയെങ്കിൽ പാലക്കാട് നോട്ടമിട്ട് സന്ദീപ് വാര്യരും രംഗത്തുണ്ട്. 3 സീറ്റ് വേണമെന്ന ഉപാധി വെച്ചാണ് PV അൻവറിന്റെ നീക്കം. RDX Wrap ന്യൂസ് മലയാളം. മറിയം ഉമ്മൻ വരുമോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ അന്തരീക്ഷത്തിലുണ്ട്. ഉമ്മൻചാണ്ടിയുടെ മകൾ മറിയം ഉമ്മൻ സ്ഥാനാർത്ഥിയായേക്കും എന്ന വാർത്തയാണ് ഇന്ന് രാവിലെ വന്നത്. കാഞ്ഞിരപ്പള്ളിയിൽ മറിയം ഉമ്മനെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് കോട്ടയം DCC ആവശ്യപ്പെട്ടു എന്ന കാര്യമാണ് വന്നത്. മറിയം ഉമ്മൻ മത്സരിച്ചാൽ വിജയം ഉറപ്പാണെന്ന് കോട്ടയം DCC കണക്കാക്കുന്നു. ഇക്കാര്യമാണ് സംസ്ഥാന നേതൃത്വത്തോട് പറഞ്ഞിരിക്കുന്നത്. കാഞ്ഞിരപ്പള്ളി അല്ലെങ്കിൽ ചെങ്ങന്നൂരിലോ ആറന്മുളയിലോ ആണെങ്കിലും സീറ്റ് നൽകണം എന്നതാണ് ആവശ്യമെന്ന് കേൾക്കുന്നു. യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യം ഉണ്ട്. അത് ആറന്മുളയിലാണ്. ആറന്മുളയിൽ അബിൻ വർക്കിക്ക് അവസരം നൽകണമെന്നാണ് പത്തനംതിട്ട DCC ആവശ്യപ്പെട്ടതായിട്ട് കാണുന്നത്. അബിൻ വർക്കി മികച്ച സ്ഥാനാർത്ഥിയാണ്, വിജയസാധ്യതയുണ്ട് എന്നും DCC പറയുന്നു. പഴകുളം മധു, അനീഷ് വരിക്കണ്ണാമല, വിജയ് ഇന്ദുചൂടൻ എന്നിവരും ആറന്മുള സീറ്റിനായിട്ട് പരിഗണനയിലുണ്ട്. ബേപ്പൂർ നൽകിയാലും തനിക്കൊപ്പം ഉള്ളവർക്ക് കൂടി 2 സീറ്റ് കൂടി നൽകണം എന്ന് PV അൻവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സജി മഞ്ഞക്കടമ്പൻ, നിസാർ മേത്തർ എന്നിവർക്ക് സീറ്റ് നൽകണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യമെന്ന് അറിയുന്നു. സജി മഞ്ഞക്കടമ്പന് പൂഞ്ഞാർ സീറ്റ് നൽകണമെന്ന് ആവശ്യപ്പെടും എന്നതാണ് നമ്മൾ അറിയുന്നത്. നിസാർ മേത്തറിന് തൃക്കരിപ്പൂരിലെ സീറ്റ് നൽകണമെന്നുമാണ് അൻവറിൻ്റെ ആവശ്യം. 3 സീറ്റ് തൻ്റെ പാർട്ടിക്ക് വേണമെന്ന്. പട്ടാമ്പി സീറ്റ് ലീഗിന് കൊടുക്കേണ്ട എന്ന് കോൺഗ്രസിൻ്റെ ജില്ലാ നേതൃയോഗത്തിൽ തീരുമാനമുണ്ടായതായിട്ട് നമ്മൾ ഇന്ന് വാർത്തയിലൂടെ അറിഞ്ഞു. പട്ടാമ്പിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി തന്നെ മത്സരിക്കണമെന്നാണ് അവരുടെ അതുമായി ബന്ധപ്പെട്ട തീരുമാനം. തൃത്താലയിൽ VT ബൽറാം വീണ്ടും മത്സരിക്കണമെന്നാണ് പാലക്കാട് DCCയുടെ നിലപാട് എന്ന വാർത്തയും ഇന്ന് വന്ന തെരഞ്ഞെടുപ്പ് വാർത്തകളിലുണ്ട്. വേറെ ആരെയും പരിഗണിക്കേണ്ട എന്നാണ് സംസ്ഥാന നേതൃത്വത്തെ ജില്ലാ നേതൃത്വം അറിയിക്കുക. സഹോദരിമാരുടെ സ്ഥാനാർത്ഥിത്വത്തിൽ പുറത്തുവരുന്ന വാർത്തകൾ ചാണ്ടി ഉമ്മൻ ഇന്ന് നിഷേധിക്കുകയും ചെയ്തു എന്നതാണ് കഥ. സഹോദരിമാർക്ക് മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് ചാണ്ടി ഉമ്മൻ വ്യക്തമായി തന്നെയും പറഞ്ഞു. അച്ചു ഉമ്മൻ മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് തന്നെ നേരിട്ട് തന്നെ അറിയിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. കുടുംബത്തിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥി മാത്രമേ ഉണ്ടാകൂവെന്നും ചാണ്ടി ഉമ്മൻ ഇന്ന് വ്യക്തമായിട്ട് ഇനി അങ്ങോട്ട് ചർച്ച വേണ്ട എന്ന നിലക്ക് പറഞ്ഞിട്ടുണ്ട്. ചർച്ചയിലേക്ക് പോകും മുമ്പ് ലൈംഗിക പീഡന ആരോപണത്തിൽപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മത്സരിക്കില്ല എന്നുറപ്പായതോടെ പാലക്കാട് അംഗത്തിന് കച്ചമുറുക്കിയിരിക്കുകയാണ് സന്ദീപ് വാര്യർ. പാലക്കാട് മത്സരിക്കാൻ തയ്യാറാണ് എന്ന താല്പര്യം സന്ദീപ് തുറന്നു പറഞ്ഞു. BJP ബന്ധങ്ങളടക്കം മുൻനിർത്തി തൻ്റെ സാധ്യതകൾ ഊട്ടിയുറപ്പിക്കാൻ ശ്രമിക്കുന്ന സന്ദീപ് പാർട്ടി പറഞ്ഞാൽ എവിടെയും മത്സരിക്കാൻ തയ്യാറാണെന്നും ഇന്ന് ഞങ്ങളോട് പറഞ്ഞു. പാലക്കാട് മത്സരിക്കുമോ സന്ദീപ്? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എവിടെ മത്സരിക്കണമോ മത്സരിക്കേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയാണ്. പാർട്ടി എവിടെ പറയുന്നു അവിടെ ഞാൻ മത്സരിക്കും. അത്തരത്തിൽ ഒരു പ്രതിസന്ധിയും പാലക്കാട് UDFനില്ല. ഇത് UDFന്റെ മണ്ഡലമാണ്. ജനങ്ങൾ UDFന് വോട്ട് ചെയ്യാൻ തയ്യാറാണ്. ജനങ്ങൾ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഒരു വിധിയെഴുത്താണ് നടത്താൻ പോകുന്നത്. അതുകൊണ്ട് പാലക്കാട് ഏതെങ്കിലും തരത്തിൽ UDFന് പ്രതിസന്ധി ഉണ്ടാകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യവും നിലവിലില്ല. പക്ഷേ അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ ഇന്ന് ഈ കണ്ടതിനേക്കാളും കൂടുതൽ ചർച്ചകളും കാര്യങ്ങളും ഒക്കെ പുരോഗമിക്കുകയാണ്. കോൺഗ്രസിനകത്ത് അതിവേഗത്തിലാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ കാര്യങ്ങൾ നടക്കുന്നത്. ഇന്നിപ്പോൾ ഈ കണ്ട കാര്യങ്ങളിൽ ഏറ്റവും കൗതുകമുള്ളതായിട്ട് എന്താ തോന്നുന്നത്?
അല്ല, ഇതിനകത്ത് ഏറ്റവും കൗതുകമുള്ളത് അതായത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ് ഈ മറിയ ഉമ്മൻ്റെ സ്ഥാനാർത്ഥിത്വം, അച്ചു ഉമ്മൻ്റെ സ്ഥാനാർത്ഥിത്വവും ഒക്കെ. പക്ഷേ ചാണ്ടി ഉമ്മൻ അത് നേരത്തെ തന്നെ നിഷേധിച്ച് കഴിഞ്ഞു. ആ കാര്യത്തിൽ വളരെ വ്യക്തത വരുത്തി. അതായത് ഈ കുടുംബത്തിൽ നിന്ന് ഒരാളെ ഉണ്ടാവൂ എന്ന് ചാണ്ടി ഉമ്മൻ പറയുമ്പോൾ മറ്റാരും ഇനി ആ നിലയ്ക്കൊരു ചർച്ച ഉയർത്തിക്കൊണ്ടുവരേണ്ടതില്ല എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഞാൻ ആദ്യഘട്ടത്തിൽ നിന്ന് സംശയിച്ചത് അച്ചു ഉമ്മനെയല്ല. അച്ചു ഉമ്മനാണ് സംഘടനാ പ്രവർത്തന പരിചയമുള്ളത്. പക്ഷേ ചില രാഷ്ട്രീയ പ്രതികരണങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലൊക്കെ ചെറിയ പ്രതികരണങ്ങൾ മറിയ ഉമ്മൻ നടത്തിക്കണ്ടു. അപ്പോൾ അതിങ്ങനെ സ്വാഭാവികമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അപ്പം ഞാൻ കരുതി ഇനിയിപ്പോൾ അങ്ങനെ എങ്ങാനും ഒരു ആലോചന കാഞ്ഞിരപ്പള്ളി സീറ്റിൽ മത്സരിപ്പിക്കണം മറിയ ഉമ്മനെ എന്നതാണ് ഈ ഉയർന്നു വന്ന ചർച്ച. പക്ഷേ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എന്തായാലും പോവില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ചാണ്ടി ഉമ്മൻ ആ കാര്യത്തിൽ അസന്നിഗ്ധമായി. ഇനിയിപ്പോൾ എനിക്കറിയില്ല മറിയ ഉമ്മൻ അങ്ങനെ ഒരു ആലോചന ഉണ്ടായിരുന്നോ എന്ന് പോലും. അങ്ങനെ ഒരു ആലോചന വേണ്ടതില്ല എന്നുള്ള പ്രഖ്യാപനം ചാണ്ടി ഉമ്മൻ നടത്തി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അതിനകത്ത് ഇനിയിപ്പോൾ മറ്റൊരാലോചനയ്ക്ക് വഴിയില്ല. കാരണം ഈ ചാണ്ടി ഉമ്മനെ നമ്മൾ വിലയിരുത്തേണ്ടത് അദ്ദേഹം ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ മകനായതുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തകനായി അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നു MLA ആയി എന്ന മട്ടിൽ മാത്രമല്ല. കാരണം അദ്ദേഹം MLA ആയതിനു ശേഷവും അല്ലാതെയുമൊക്കെ അദ്ദേഹം സജീവമായി പ്രവർത്തന രംഗത്തുണ്ട്. ഇപ്പം നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ നമ്മളെല്ലാം പല ആവർത്തി പറഞ്ഞതാണ്. കാരണം 3000 വീട് ഞാൻ കയറും എന്ന് പറഞ്ഞാൽ കയറിയിരിക്കുമെന്ന് പറഞ്ഞ് 3000 വീട് കയറി വോട്ട് ചോദിച്ച ആളാണ് ചാണ്ടി ഉമ്മൻ. ഇപ്പോൾ കഴിഞ്ഞതിന് തൊട്ട് മുമ്പുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പുതുപ്പള്ളി മണ്ഡലത്തിലുള്ള എല്ലാ പഞ്ചായത്തുകളിലും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റു തരത്തിൽ തിരിച്ചടി നേരിട്ടിരുന്നു കോൺഗ്രസിന് അല്ലെങ്കിൽ UDFന്. ഇത്തവണ എന്താ തീരുമാനിച്ചത്? ഈ മുഴുവൻ പഞ്ചായത്തുകളിലും 8 പഞ്ചായത്തുണ്ട്, അവിടെ 7 പഞ്ചായത്ത് ഇത്തവണ തിരിച്ചു പിടിച്ചു UDF. ആ പഞ്ചായത്തുകളിലെല്ലാം കാൽനടയായി, അതായത് മനോരമയുടെ സ്വാഭാവികമാണ്, മനോരമയ്ക്ക് പിന്നെ അത് പറയണം, അത് അങ്ങനെയാണ്. എങ്കിൽ പോലും മനോരമയുടെ ഒരു തലക്കെട്ട് ഞാൻ വായിച്ചത് ചാണ്ടി ഉമ്മൻ്റെ ഓട്ടം, ചാണ്ടിയുടെ ഓട്ടം ഗുണം ചെയ്തെന്നോ, ചാണ്ടിയുടെ ഓട്ടം ഫലം ചെയ്തു എന്നൊക്കെ ആ നിലയ്ക്കാണ് അത് വന്നത് തന്നെ. അതായത് ചാണ്ടി ഉമ്മനെ ഓടി എല്ലായിടത്തും എത്തി എന്നുള്ളൊരു പ്രതീതിയുണ്ട്. ചാണ്ടി ഉമ്മൻ അത് ഓടുന്നുണ്ട് എന്നുള്ളത് നാട്ടുകാർ അറിയുന്നുമുണ്ട്. ആ നിലയ്ക്ക് ആ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ഇനിയിപ്പോൾ പുതിയൊരാൾക്ക് ഒരു സ്കോപ്പ് തൽക്കാലം അവിടെ ഇല്ല എന്ന് തന്നെയാണ്. അച്ചു ഉമ്മനെ തിരുവല്ലയിലേക്ക് ആണ് അവിടെ തിരുവല്ലക്കാരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള മട്ടിലേക്കാണ് അവിടെ നിന്ന് വന്ന വാർത്ത. പക്ഷേ അതിനകത്തൊന്നും വസ്തുതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനകത്ത് ശ്രദ്ധേയമായി തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ തൃത്താലയിൽ MLA ആയിരുന്ന VT ബൽറാം തന്നെ അവിടെ, അതായത് ഒരു തവണ പരാജയപ്പെട്ടു, രാജേഷിനോട് പരാജയപ്പെട്ടു. ഇത്തവണത്തെ മത്സരം ഏതാണ്ട് അങ്ങനെയെങ്കിൽ നിർണ്ണയിക്കപ്പെട്ട ഒരു ഇന്ന് വന്ന തീരുമാനം എന്ന് പറയാവുന്നത്, അല്ലെങ്കിൽ നടപ്പാകാൻ എല്ലാ അർത്ഥത്തിലും സാധ്യതയുള്ള ഒരു സംഗതി എന്ന് പറയുന്നത് തൃത്താലയിൽ MP രാജേഷും VT ബൽറാമും തമ്മിലായിരിക്കും രണ്ടാം വട്ടവും മാറ്റുരയ്ക്കുക എന്നുള്ള കാര്യത്തിൽ ഏതാണ്ടൊരു വ്യക്തത വന്നിട്ടുണ്ട്. ഇനി സന്ദീപ് വാര്യർ വളരെ വേഗത്തിൽ ആണ്. കാരണം സന്ദീപ് വാര്യർ കോൺഗ്രസ് സന്ദീപ് വാര്യരെ ഉൾക്കൊണ്ട പോലെ വേണം എന്നൊക്കെയുള്ള വേണമെങ്കിൽ ഉപമകളൊക്കെ ഇനി ഭാവിയിൽ ഉണ്ടായേക്കാം. കാരണം അത്ര വേഗത്തിലാണല്ലോ, പുഴ കടലിൽ ലയിക്കുന്നത് പോലെയാണ് ഈ സന്ദീപ് വാര്യരുടെ കോൺഗ്രസിലേക്കുള്ള പോക്ക്. അതുമാത്രമല്ല, സന്ദീപ് വാര്യർക്ക് സന്ദീപ് വാര്യർക്ക് കോൺഗ്രസിൽ കിട്ടിയ ഒരു പ്രാമുഖ്യം എന്ന് പറയുന്നത് സമീപകാലത്തെങ്കിലും ഒരു പാർട്ടി പൊളിച്ച് അപ്പുറത്ത് പോയ ഒരാൾക്ക് കിട്ടിയിട്ടുള്ളതല്ല. സന്ദീപ് വാര്യർ ഇപ്പോൾ പാലക്കാട്ടേക്ക് നോട്ടമിട്ടിരിക്കുന്നു. എന്തായാലും അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കാനുള്ള സാധ്യത അവിടെ ഇല്ല. ഷാഫി പറമ്പിൽ ഇനിയിപ്പം MP സ്ഥാനം വേണ്ട എന്ന് വെച്ച് പാലക്കാട് വന്ന് മത്സരിക്കാനും ആ വഴിക്ക് ഇനിയൊരു സർക്കാർ ഉണ്ടാക്കിയാൽ മന്ത്രിയാകാനും ഒക്കെയുള്ള സാധ്യത ആരാഞ്ഞില്ലെങ്കിൽ അവിടെ മിക്കവാറും സന്ദീപ് വാര്യർക്കുള്ള സാധ്യതയും നിലനിൽക്കുകയാണ്. അതാണ് എനിക്ക് തോന്നുന്നത്. അതാണ് പറഞ്ഞാൽ കൂടുതലൊന്നുമില്ല. ഇപ്പോൾ ചാണ്ടി ഉമ്മൻ ഈ കാര്യം വ്യക്തമാക്കുന്നുണ്ട്. അതിനകത്ത് മറിയ ഉമ്മന് പക്ഷേ ഒരു താല്പര്യമുണ്ട് എന്ന തോന്നലാണ് പൊതുവിൽ ഈ വാർത്തയെല്ലാം കാണുമ്പോൾ തോന്നുക. യഥാർത്ഥത്തിൽ അച്ചു ഉമ്മനാണ് കൂടുതൽ രാഷ്ട്രീയ ഹർഷത പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ MG സർവകലാശാല ഇരിക്കുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഒരു യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പാണോ അല്ലെങ്കിൽ ഒരു സെനറ്റ് സിൻഡിക്കേറ്റ് അങ്ങനെ എന്തോ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഞാൻ സർവകലാശാല ക്യാമ്പസിലുള്ള സമയത്ത് അവിടെ ഈ തെരഞ്ഞെടുപ്പിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന KSUക്കാരിയായിരുന്നു അച്ചു ഉമ്മൻ. ഒന്ന് ഈ MG സർവകലാശാല അക്കാലത്ത് ഉമ്മൻചാണ്ടിയുടെ ഈ അദ്ദേഹത്തിൻ്റെ പക്ഷക്കാരായ കോൺഗ്രസ്സുകാരുടെ ഒരു വലിയ ശക്തി കേന്ദ്രമാണ്. അപ്പോൾ അവിടെ അങ്ങേയറ്റം സജീവമായിട്ട്, അതായത് നമ്മളൊരു UDF നേതാക്കളുടെ മക്കൾ സാധാരണഗതിയിൽ അങ്ങനെ രാഷ്ട്രീയത്തിൽ അങ്ങനെ സജീവമായിരിക്കില്ലല്ലോ. അവർ വല്ല പഠനമൊക്കെ നോക്കിയിട്ടങ്ങ് പോവുക. കോൺഗ്രസ് CPMകാരെ പോലെ കഴിഞ്ഞിട്ടാണ് വരിക. അവരിതെല്ലാം കഴിഞ്ഞിട്ടാണല്ലോ വരിക. നോർമലി അവർ പഠനമെല്ലാം കഴിഞ്ഞ് വല്ല സിവിൽ സർവീസൊക്കെ എടുത്ത് അങ്ങനെയാണല്ലോ. പക്ഷേ അച്ചു ഉമ്മൻ അക്കാലത്ത് വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന കോൺഗ്രസ് നേതാവാണ്. അന്ന് എൻ്റെ ഓർമ്മ അങ്ങനെ ആ കാര്യം ഓർമ്മിക്കാൻ ഞാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഏതാണ്ടൊരു വയലൻസിൻ്റെ അന്തരീക്ഷത്തിൽ നടക്കുന്നൊരു തെരഞ്ഞെടുപ്പായിരുന്നു. SFIക്കാരും KSCക്കാരും മുഖാമുഖം നിന്നിട്ട് നല്ല പോലീസിൻ്റെ സാന്നിധ്യമൊക്കെ ഉള്ളൊരു തെരഞ്ഞെടുപ്പിൽ അച്ചു ഉമ്മൻ വളരെ ഷാർപ്പായിട്ട് അവിടെ ഈ കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചുകൊണ്ട് നിൽക്കുന്നത് എൻ്റെ ഓർമ്മയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ വളരെ സജീവമായിട്ട് എപ്പോൾ വേണമെങ്കിലും മത്സരിക്കാവുന്ന രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യമുള്ളതാണ്. അന്ന് ചാണ്ടി ഉമ്മനേക്കാൾ കൂടുതൽ പരിചയം എനിക്ക് തോന്നുന്നു അവിടുത്തെ KSUകാർക്കെങ്കിലും അച്ചു ഉമ്മനായിരുന്നു, അല്ലേ? അങ്ങനെയായിരുന്നു. പക്ഷെ അവരെന്തായാലും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചാണ്ടി ഉമ്മനെല്ലാം ബ്ലോക്ക് ചെയ്യുക. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വീട്ടിൽ നിന്ന്
ഞാൻ മാത്രമേ വരാവൂ, അതായത് ഒരാളല്ല, ഏതെങ്കിലും ഒരാളെന്നല്ല, പെൺമക്കൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങേണ്ടതില്ല എന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടി സത്യത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിനകത്തൊരു പുണ്യവാന്റെ പദവിയിലേക്ക് ഉയർന്ന ആളാണ്. എന്ന് വെച്ചാൽ അദ്ദേഹം ആ വാക്ക് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ മറിയം ഉമ്മൻ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല. അപ്പോൾ മറിയം ഉമ്മൻ പക്ഷേ ഏതോ വിധത്തിൽ അത് പ്രതീക്ഷിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനകത്ത് അവിടെ ഒരു ചെറിയൊരു പ്രശ്നം ഒരുപക്ഷെ വരും ദിവസങ്ങൾ നമ്മൾ കൂടുതലായിട്ട് കാണുമായിരിക്കും. പക്ഷേ ചാണ്ടിയമ്മൻ ഇക്കാര്യം ആദ്യം തന്നെ വന്ന് പറയുന്നതും അതുകൊണ്ടായിരിക്കും. പിന്നെ കോൺഗ്രസിനകത്തും ആരൊക്കെയോ ഈ കാര്യങ്ങളൊന്ന് അവർ വന്നാൽ നന്നായിരിക്കും എന്ന തോന്നൽ മറിയം ഉമ്മൻ പക്ഷേ ഇപ്പോൾ ചില രാഷ്ട്രീയ പ്രസ്താവനകളൊക്കെ നടത്തി ആ നിലക്ക് അന്തരീക്ഷത്തിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ സത്യത്തിൽ ഇവർ ചാണ്ടി ഉമ്മനെ വെച്ച് അത്തരം സീറ്റുകളിലേക്കൊക്കെ കുറേ കൂടെ ചെറുപ്പക്കാരായിട്ടുള്ള മറ്റ് നേതാക്കളെ കൊണ്ടുവരുന്നതാണ് നല്ലത്. പക്ഷേ അവർക്ക് അങ്ങനെ ഒരു ചെറുപ്പം ജനിച്ച കാലം മുതൽ രാഷ്ട്രീയ പ്രവർത്തനം കണ്ടു വളർന്നിരിക്കുന്ന അവർക്ക് വേണമെങ്കിൽ ഈ രാഷ്ട്രീയ മേഖലയിലേക്ക് ഇറങ്ങാവുന്നതേ ഉള്ളൂ. പക്ഷേ എന്തോ സാഹചര്യത്തിൽ ഏറ്റവും കൂടിയ ആയുധം വെച്ച് തന്നെ ചാണ്ടി ഉമ്മൻ അതിനെ തടയുകയാണ്. കാരണം എന്താണ് ആയുധം? ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ പിന്നെ അത് പുണ്യവാളൻ്റെ വർത്തമാനമാണ്. അതായത് അദ്ദേഹം ഒരു അത്രമേൽ വലിയൊരു സമാനമായിട്ടുള്ള ഒരു വിശുദ്ധ സമാനമായിട്ടുള്ള ഒരാളുടെ വാക്ക് അദ്ദേഹം അന്തരിക്കുന്നതിന് മുമ്പ് പറഞ്ഞ വാക്ക് എന്നതാണ്. പിന്നെ അവിടെ അതിനപ്പുറത്തേക്ക് വർത്തമാനമില്ല. കോൺഗ്രസിനും പറ്റില്ല, ആ കുടുംബത്തിനകത്തും പറ്റില്ല, കേരള രാഷ്ട്രീയത്തിൽ പൊതുവിൽ തന്നെയും ഇങ്ങനെയുണ്ടല്ലോ എന്ന് പറയും. അപ്പോൾ അതൊരു വലിയ ബ്ലോക്ക് അവിടെ ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ അവർ വരാൻ സാധ്യതയില്ല ഈ തെരഞ്ഞെടുപ്പിൽ എന്ന് വേണം കാണാൻ. പിന്നെ രാഷ്ട്രീയമാണ്. പിന്നെ അശ്വനി പാലക്കാടിൻ്റെ കാര്യമൊക്കെ പറഞ്ഞത് സന്ദീപ് വാര്യർ മഹാഭാഗ്യവാനാണോ എന്ന് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ അറിയും. കാരണം ഇത്രയും വലിയൊരു കോൺഗ്രസ് വിരുദ്ധരായിട്ട് വന്നിട്ട് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് മാറി അപ്പോഴത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കേസിൽ ചെന്ന് പെടുന്നു. ഇങ്ങനെയൊരു സീറ്റ് ഇങ്ങനെ വിശാലമായിട്ട് തുറന്നു വെച്ച് വരുന്നു. ഈ പറഞ്ഞ പോലെ ഷാഫി പറമ്പിൽ ഞാൻ അങ്ങോട്ട് വന്നോളാം കേട്ടോ എന്ന് പറഞ്ഞില്ലെങ്കിൽ പിന്നെ അവിടെ അദ്ദേഹത്തിനൊരു ചാൻസ് ഉണ്ട്. പക്ഷേ അപ്പോഴും DCC പ്രസിഡന്റിന് വേണ്ടിയിട്ടുള്ള ചില നീക്കങ്ങൾ, തങ്കപ്പന് വേണ്ടിയുള്ള ചില നീക്കങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ഇദ്ദേഹത്തിനാണെങ്കിൽ ആ നിലക്കൊരു കോൺഗ്രസിനകത്തൊരു വലിയ ഗ്രൂപ്പിനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണും. അപ്പോൾ ഈ 140 മണ്ഡലങ്ങളിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കേരളത്തിലെ സ്ഥാനാർത്ഥികളിൽ രാഷ്ട്രീയ നേതാക്കളിൽ ഏറ്റവും മഹാഭാഗ്യവാൻ എന്ന നിലയിലേക്ക്, ആ പദവിയിലേക്ക് സന്ദീപ് വാര്യർ എന്ന മുൻ BJP നേതാവ്, ഇപ്പോഴത്തെ കോൺഗ്രസ് നേതാവ് വരുമോ എന്നുകൂടെ നമ്മൾ വരും ദിവസങ്ങളിൽ അറിയും. എന്തായാലും അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്, അത് പറയുകയും ചെയ്തു. തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ വിജയം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെയാണ് കോൺഗ്രസ് ഇത്തവണ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുന്നത്. ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കുമപ്പുറം കോൺഗ്രസ് ഒന്നിക്കുന്നതിന് പിന്നിൽ തുടർച്ചയായി പ്രതിപക്ഷത്തിരുന്നതിൻ്റെ മടുപ്പും കാരണമാണ്. മുഖ്യമന്ത്രി സ്ഥാന ചർച്ചകൾ പോലും ഭരണം കിട്ടിയതിന് ശേഷം മതി എന്നാണ് നിലപാട്. സംഘടനാപരമായ അടിത്തറ അത്ര ഭദ്രമല്ലെങ്കിലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യം കോൺഗ്രസിനും UDF-നും അനുകൂലമാണെന്ന് തന്നെയാണ് കണക്കുകൂട്ടൽ. നഷ്ടപ്പെട്ടു പോയ മത-സാമുദായിക വിഭാഗങ്ങൾക്കിടയിലെ സ്വാധീനം വീണ്ടെടുക്കാനായി എന്നാണ് തദ്ദേശ ഫലത്തോടെ കോൺഗ്രസ് വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇനി അങ്ങോട്ടുള്ള ഈ തെരഞ്ഞെടുപ്പ് സീറ്റ് ചർച്ചകൾ, സീറ്റിനായുള്ള ആഗ്രഹ പ്രകടനങ്ങൾ, ആരൊക്കെ വരുന്നു സ്ഥാനാർത്ഥികളായിട്ട് എന്നതൊക്കെ അങ്ങേയറ്റം സങ്കീർണവും കൗതുകമുണർത്തുന്നതുമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. ഇന്നത്തെ RDX ഇതോടെ പൂർണ്ണമാവുകയാണ്. ഗുഡ് നൈറ്റ്.